നമ്മുടെ അപ്പാർട്ട്മെന്റില് നാരകം പഴുത്തുണ്ടോ നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നാരങ്ങ പറിക്കാം. നമ്മുടെ പറിക്കുന്ന ആൾക്കാരും മുമ്പിൽ പോണ്ടുണ്ട് വണ്ടിയൊക്കെ കുത്തിപ്പിടിച്ച്. അമ്മ ഇവിടെ ചെറിയ ഉണ്ടായിണ്ടോ നോക്കുക. ഇതേ അമ്മ ഒരു ചെറിയ അവിടെ കിടപ്പുണ്ട്. നേരെ ആ പഴുത്തത് ചുമന്ന അത് മിക്കവാറും അങ്ങോട്ട് തട്ടാനേ പറ്റുള്ളൂ. അങ്ങോട്ടേക്ക് തട്ടാനേ പറ്റുള്ളൂ. ഞാൻ എടുക്കണോ? മിസറബ്ലി ഫെയിൽഡ് അറ്റംപ്റ്റിന് ശേഷം പോളേട്ടന്റെ വീണു വീണു എങ്ങോട്ട് വീണു സൗണ്ട് കേട്ടു. നമ്മള് പറിച്ച ചെറി ചെറിയിട്ട് നമ്മുടെ സന്തോഷം കാണിച്ചു. ആദ്യം പച്ചയുണ്ട്, എന്നിട്ട് പിന്നെ പഴുത്ത ഓറഞ്ച്. ഓറഞ്ച് ലൈറ്റ് മഞ്ഞിഷ് ഓറഞ്ച് ആവും. മഞ്ഞിഷ് ഓറഞ്ച് മഞ്ഞ കളർന്ന ഓറഞ്ച് ആവും. പിന്നെ നല്ല റൈറ്റ് പുളി കഴിക്കും പക്ഷേ നാട്ടിൽ കൊണ്ടുപോയി അമ്മയ്ക്ക് നടാൻ 4 മണിയുടെ വിത്ത്. പിടിക്കണേന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഒറ്റ വരാകുന്ന മതി. ഓക്കെ, നമ്മളങ്ങനെ 4 വ്യക്തിയേക്കാണ് ഇതേ കാണാൻ നമ്മുടെ പാട്ടിന്റെ നാടകം. ഞാൻ ഒന്നും കാണുന്നില്ല. കൂട്ടത്തിലെ ഏറ്റവും ഹൈറ്റുള്ള ആള് തന്നെ എടുത്ത് വെക്കാം. ഇവിടെ കോലൊന്നും വേണ്ടെന്നും പറഞ്ഞ് സൂക്ഷിത്താ. മലക്കം പറഞ്ഞ് വീഴാൻ നിഷറിന്റെ കൂടുണ്ട്. എവിടെ കാണിച്ചേ? വീഴാതെ മുള്ളു കൊള്ളല്ലോ കേട്ടാ. കറക്റ്റ് എന്റെ ലൈറ്റ് ഇട്ട് തന്നെ. ഓഫ്, വേണ്ട വേണ്ട, നിർത്തിക്കോ. ഇനി വടി പ്രയോഗമാണ്. കൊറേ ഇലയൊക്കെ ഉണ്ട്. മതി മതി മതി, ബാക്കി ഇനി പായിക്കട്ടെ അവിടെ കേട്ടോ, വിട്ടോളാം. ആ വടി അവിടെ വെക്കേ. ഇല്ല, മറക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് അമ്മ അവിടെ കുത്തി വെച്ചത്.
ഇരുന്ന് പഴുത്തോളെന്നൊക്കെയാണ് പറയണേ, കണ്ടറിയാം. നല്ല മണമുണ്ട് എന്തായാലും. പരിചയമില്ലാതെ തണുപ്പത്ത് പൂളിലൊന്ന് ഇറങ്ങി, കോൾഡൊന്നും വരുത്തണ്ടാന്ന് അമ്മയുടെ സ്ട്രിക്റ്റ് ഓർഡർ ഉള്ളത് കാരണം പൂള് നോക്കി നിർത്തി ഇട്ടിക്കണം അച്ഛൻ. ഇവിടെ എല്ലായിടത്തും വെച്ച് തന്നാ പിന്നെ ഓക്കേ. അപ്പോ നമ്മളുടെ നാരങ്ങ പറിക്കൽ വ്ളോഗ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. പിന്നെ ഈ വ്ളോഗിന് പിന്നെ വേറെന്ത് പേരാ പറയണ്ടേ? അപ്പൊ ശരി, ബൈ ബൈ. ഇതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.